എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷ്, അതിൽ യൂണിറ്റ് 3 ഇൻ ഹാർമണി എന്നുള്ളതിലെ 13ാമത്തെ അവസാനത്തെ ആക്ടിവിറ്റിയുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ആക്ടിവിറ്റി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ലിസ്റ്റ് ഓഫ് അനിമൽസ് ഗിവൺ ബിലോ. നമ്മൾ ഈ ചിത്രങ്ങൾ നന്നായിട്ട് നോക്കുക. ഈ ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ അനിമൽസിൻ്റെ പേരും എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ 1, 2, 3 എന്ന് നമ്പർ ഇട്ടിട്ട് അടിയിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. റൈറ്റ് ദ കറസ്പോണ്ടിങ് നമ്പർ ഇൻ സ്പേസ് പ്രൊവൈഡഡ്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു ഇതിൽ അനുയോജ്യമായിട്ടുള്ള നമ്പർ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആക്ടിവിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, ആൽഫബറ്റിക് ഓർഡറിൽ നമ്മുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക കൂടി വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഒരു ആക്ടിവിറ്റി. അപ്പോൾ 2 പേജിലായിട്ടാണ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ഓരോരോ ജീവികളെ നോക്കുക, ആ ഒരു ജീവിയുടെ നമ്പർ എത്രയാണ് നോക്കുക. എക്സാമ്പിളായിട്ട് ഇവിടെ 9 എന്നുള്ളത് എന്തെന്ന് കൊടുത്തിട്ടുണ്ട്, 9 എന്നുള്ളത് ഇവിടെ ജാഗ്വർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് 9 കൊടുത്തു. പിന്നെ 25 എന്നുള്ളത് ഏതിന് കൊടുത്തിട്ടുണ്ട്, 25 എന്നുള്ളത് സെന്യൂറിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്, ജിറാഫ് ഉണ്ട്. ജിറാഫിൻ്റെ നമ്പർ ഈ ഒരു കൂട്ടത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നോക്കും. ജിറാഫ് എത്രാമതാണ് വന്നിരിക്കുന്നത്, 8ാമതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജിറാഫിനെ നമ്മൾ അവിടെ എന്ത് ചെയ്യും, 8 എന്ന് ഒരു ടെക്സ്റ്റ് ബോക്സിൽ ആ ഒരു നമ്പറിൽ എന്ത് ചെയ്യും, 8 എന്ന് കൊടുക്കും. ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലും എന്ത് ചെയ്യണം, നമ്മൾ അതിന് അനുയോജ്യമായിട്ടുള്ള നമ്പർ കൊടുക്കണം. ഇവിടെ എലഫൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ എലഫൻറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എലഫൻറ്റ് ഇവിടെ 3 എന്ന് നമ്പർ കൊടുത്ത് ആദ്യത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, അവിടെ എലഫൻറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് കൊടുക്കണം, നമ്പർ 3 എന്ന് കൊടുക്കണം. അങ്ങനെ ഓരോന്നായിട്ട് ഫില്ല് ചെയ്യാനുള്ളതാണ് ഈ ഒരു ആക്ടിവിറ്റി. ലയൺ ഉണ്ട്, ഫോക്സ് ഉണ്ട്. അത് രണ്ടും അപ്പുറത്തെയും ഇപ്പുറത്തെയും പേജ് എന്നുള്ളതൊരു വ്യത്യാസമുണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് ഇവിടെ തന്നെയാണുള്ളത്. അപ്പോൾ ഹിപ്പോപ്പൊട്ടാമസിന് നമ്മൾ ഏത് കൊടുക്കണം, 17ാമത്തെ നമ്പർ കൊടുക്കണം. അങ്ങനെ ഓരോന്ന് നോക്കി കുട്ടികളോട് ചോദിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആ ഒരു നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ പാരൻസും ശ്രദ്ധിക്കുക. കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. പാരൻസ് കൃത്യമായിട്ട് അതൊന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അടുത്ത ഒരു ആക്ടിവിറ്റിയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.